നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. കേരള മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആദ്യ ബജറ്റ് ജനകീയ ക്ഷേമ പ്രവർത്തനങ്ങൾ ഊന്നിയാക്കാൻ സാധ്യത. പെൻഷൻ പ്രായം കൂട്ടണമെന്ന ശുപാർശ ഉണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും. വരുമാനം കണ്ടെത്താൻ മദ്യത്തിന്റെ വില കൂട്ടുന്നതും ഭൂമിയുടെ ന്യായവില ഉയർത്തുന്നതും പരിഗണനയിലുണ്ട്. ജനങ്ങളുടെ കയ്യടി കിട്ടാനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, കോളേജ് വിദ്യാർത്ഥിനികൾക്കുള്ള പ്രതിമാസം 1000 രൂപ വിതരണം എന്നിവ ബജറ്റിൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത. സ്ത്രീ സൗജന്യ യാത്ര നടപ്പാക്കിയതിനാൽ KSRTCക്ക് കൂടുതൽ പണം ബജറ്റിൽ നീക്കിവെച്ചേക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ധവളപത്രത്തിലെ ശുപാർശ ഇത്തവണ സർക്കാർ അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയാലും അത് വേഗത്തിൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപനം ഉണ്ടായേക്കില്ല. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മതിയെന്ന ശുപാർശ അംഗീകരിക്കപ്പെടുമെന്നാണ് സൂചന. ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനൊപ്പം മുൻകൂറായി ഒരു ഗഡുവെങ്കിലും നൽകുന്നതിനും പരിഗണനയിലുണ്ട്. വൈദ്യുത ഉൽപാദന മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ കൊണ്ടുവരാനുള്ള ആലോചനയുമുണ്ട്. വൻകിട പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണെങ്കിലും നിലവിലെ വൻകിട പദ്ധതികൾക്ക് പണം മാറ്റിവെക്കും. വരുമാനം കണ്ടെത്തുക എന്ന വലിയ വെല്ലുവിളി എങ്ങനെ മറികടക്കും എന്നതാണ് പ്രധാന ചോദ്യം. മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഭൂമിയുടെ ന്യായവിലയിലും വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. പെട്രോൾ സെസ് കുറക്കുമോ എന്ന കാര്യത്തിലുള്ള സർക്കാർ നിലപാടും ബജറ്റിൽ വ്യക്തമായേക്കും. കേരളത്തിൽ പുതിയൊരു വ്യാവസായിക നയത്തിലുള്ള തുടക്കം കൂടിയായിരിക്കും UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് എന്നാണ് പ്രതീക്ഷ. ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, IT, വിനോദസഞ്ചാരം, ഷിപ്പിംഗ്, വ്യോമയാനം എന്നിവയ്ക്ക് ഊന്നൽ നൽകും. വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ചിട്ടുള്ള പദ്ധതികൾ, വ്യോമയാന ഹബ്ബ് എന്നിവയും ബജറ്റിൽ ഇടം പിടിക്കും. വ്യാവസായിക വാണിജ്യ മേഖല അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് ബജറ്റിൽ പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വാണിജ്യ വ്യവസായ പ്രമുഖരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉറപ്പു നൽകിയിട്ടുണ്ട്. പരമ്പരാഗത വ്യവസായ മേഖലയ്ക്ക് സർക്കാർ കൈത്താങ്ങ് അനിവാര്യമാണ്. തളർന്നു കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലയിലും സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായേക്കും. ധവളപത്രത്തിലെ അടച്ചുപൂട്ടൽ സ്വകാര്യവൽക്കരണ നിർദ്ദേശം പൊതുമേഖലയെ ആശങ്കയിലെത്തുന്നുണ്ട്. CAG റിപ്പോർട്ട് 77 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം 18,026 കോടി രൂപയാണ്. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നതും വ്യാവസായിക മേഖലയിലെ നിക്ഷേപകർക്ക് താൽപ്പര്യം പ്രകടിക്കാത്തതുമാണ് പ്രധാന പ്രതിസന്ധി. ഇങ്ങനെ മറികടക്കുമെന്നത് അനുസരിച്ചായിരിക്കും സംസ്ഥാനത്തിന്റെ വ്യാവസായിക വികസനം സാധ്യമാവുക. സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുന്ന ഓർഡിനറി ബസ്സുകളിൽ പട്ടിക പുറത്തുവിട്ട് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ 7 സബ് ക്ലാസുകളിലാണ് സ്ത്രീകൾക്ക് സൗജന്യയാത്ര ലഭിക്കുക. പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് KSRTC മെമ്മോറണ്ടവും പുറത്തിറക്കി. സൗജന്യയാത്രയ്ക്ക് യാതൊരുവിധ ദൂരപരിധി ഉണ്ടായിരിക്കില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സിറ്റി ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ക്ലാസ് ബസ്സുകളിൽ സൗജന്യമില്ല. ഉത്സവകാല സ്പെഷ്യൽ വീക്കെൻഡ് അഡീഷണൽ സർവീസുകൾ ആനുകൂല്യം ബാധകമല്ല. കഴിഞ്ഞ ദിവസമാണ് പ്രകടന പത്രികയിൽ ഉറപ്പു നൽകിയിരുന്ന സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യയാത്ര അനുവദിച്ചിട്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയത്.